ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ്. പ്രഭാവതിയും സുശീലയും എത്രയൊക്കെ പറഞ്ഞിട്ടും ജാസ്മിന് പ്രസാദം കൊടുക്കാൻ പാർവതി തയ്യാറാകുന്നില്ല. ജാസ്മിന് വിവാഹയോഗമില്ലെന്ന് നീ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പാർവതി പറയുകയാണ്, ഇപ്പോഴേ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് നിലതെറ്റി നിൽക്കുകയാ ജാസ്മിൻ. കൂടുതലായിട്ട് പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമയമാകുമ്പോൾ ഞാൻ തന്നെ അവളോട് എല്ലാം പറഞ്ഞോളാം. എന്താ അത് പോരെയെന്ന് പാറു ചോദിക്കുമ്പോ അത് മതിയെന്ന് അച്ചമ്മ പറയുന്നു. അല്ല, പിന്നെ ഈ പ്രസാദം ആർക്കു കൊടുക്കാനാ നീ കൊണ്ടുവന്നതെന്ന് സുശീല ചോദിക്കുമ്പോ പാറു പറയുകയാണ്, എന്റെ അനിയത്തി പല്ലവിക്ക് വേണ്ടിയാ ഞാനിത് കൊണ്ടുവന്നത്. ഇത് കേൾക്കുന്ന ജാസ്മിനും സുശീലയും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അതേസമയം പാർവതി പല്ലവിയെ താഴേക്ക് വിളിക്കുന്നു. ദാ വരുന്നു ചേച്ചിയെന്ന് പറഞ്ഞ് പല്ലവി താഴേക്ക് വരികയാണ്. ഹൈ ഹീൽസ് ഇട്ടതുകൊണ്ട് തന്നെ പല്ലവിക്ക് നടക്കാനൊന്നും സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് പല്ലവി താഴേക്ക് എത്തുമ്പോ എല്ലാവരും ചോദിക്കുകയാണ്, എന്താ മോളെ, നിന്റെ കാലിന് എന്തു പറ്റി, നിനക്ക് നടക്കാൻ വയ്യേ? അത് ഒന്നുമില്ലെന്ന് പല്ലവി പറയുന്നു. തുടർന്ന് പാറു പറയുകയാണ്, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന പ്രസാദമാ, നീ വാങ്ങ്. ഇത് കേൾക്കുന്ന പല്ലവി മനസ്സിൽ പറയുകയാണ്, ഈശ്വര, ചെരുപ്പിട്ടുകൊണ്ട് എങ്ങനെയാ പ്രസാദം വാങ്ങുന്നത്? പ്രസാദം വാങ്ങാൻ വിശാലം പറയുമ്പോ പല്ലവി പറയുകയാണ്, എനിക്ക് ഈ പ്രസാദം വേണ്ട. പല്ലവി, നീ എന്ത് ധിക്കാരമായി പറയുന്നത്? ദേവിയുടെ പ്രസാദമാണോ നീ നിഷേധിക്കുന്നത്? മര്യാദയ്ക്ക് വാങ്ങാൻ നോക്കാൻ പാറു പറയുമ്പോ മടിയോടെ ആ പ്രസാദം വാങ്ങാനായി മുന്നോട്ട് നീങ്ങുകയാണ് പല്ലവി. അതേസമയം ജാസ്മിൻ പല്ലവിയെ ഒന്ന് ഇടിക്കുകയാണ്. പല്ലവിയുടെ കൈതട്ടി പ്രസാദവും പല്ലവിയും കൂടി താഴേക്ക് വീഴുന്നു. ഇത് കാണുന്ന ജാസ്മിനും സുശീലയ്ക്കും സന്തോഷമാവുകയാണ്. അപ്പോഴാണ് പല്ലവിയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് പാറു ശ്രദ്ധിക്കുന്നത്. ചെരുപ്പിട്ടുകൊണ്ടാണോ നീ ദേവിയുടെ പ്രസാദം വാങ്ങാൻ വന്നത്? അത്രയും പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ മുഖമടക്കി കൊടുക്കുകയാണ് പാർവതി. നീ അഹമ്മതി കാണിച്ചതുകൊണ്ട് തന്നെയാ പ്രസാദം താഴേക്ക് വീണതെന്ന് പറഞ്ഞ് പാറു പല്ലവിയെ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. മതി പാർവതി, അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിശാൽ പാറുവിനെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് പല്ലവി ഒന്ന് സമാധാനിപ്പിച്ച് ഗാർഗിയും അച്ചമ്മയും മുറിയിലേക്ക് പോകുമ്പോൾ ജാസ്മിനും സുശീലയും സന്തോഷത്തോടെ അവരുടെ മുറിയിലേക്കും പോകുന്നു. തുടർന്ന് പ്രഭാവതി വന്ന് പല്ലവിയുടെ അടുത്ത് എന്ന് പറയുകയാണ്, മോള് വിഷമിക്കാതെ, മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട. സമയമാകുമ്പോൾ മോളുടെ വിവാഹം ഞാൻ തന്നെ നടത്തിത്തരും, മോളുടെ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം തന്നെ. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പ്രഭാവതിയും പ്രതാപനും കൂടി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. എന്നാലും അവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് മംഗലയോഗമില്ലെന്ന് പറഞ്ഞത് എന്തിനായിരിക്കും? എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണം. അല്ല, അവളെ ഓടിച്ചാൽ മാത്രം പോരാ, അവളെ കൊല്ലുക തന്നെ വേണം. അതേസമയം ടെറസിലേക്ക് വരുന്ന പാറു ജാസ്മിനെ കണ്ടിട്ട് പോകാനൊരുങ്ങുമ്പോ ജാസ്മിൻ പാറുവിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. നീ എന്തിനാ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചത്? നീ അത് കാര്യമായിട്ട് പറഞ്ഞതാണോ, അതോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാനായിട്ട് പറഞ്ഞതാണോ? എന്റെ ജാസ്മിനെ, വിശാൽ സാറിനെ നീ തട്ടിയെടുക്കുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. ഈ ജന്മമെന്നല്ല, ഒരു ജന്മത്തിലും നിനക്ക് വിശാൽ സാറിനെ കിട്ടാനേ പോകുന്നുമില്ല. ആ ആത്മവിശ്വാസം എനിക്ക് നന്നായി തന്നെയുണ്ട്. ഇനി എത്ര ജന്മമെടുത്താലും വിശാൽ സാറ് എന്റെ സ്വന്തം മാത്രമാണ്. ഇതൊക്കെ കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ പാറുവിനെ നോക്കുകയാണ്. അത് നിന്റെ വ്യാമോഹം മാത്രമാ പാർവതി. വിശാലമൊത്ത് നിനക്ക് ജീവിക്കാനേ സാധിക്കില്ല. വിവാഹയോഗമില്ലാത്ത നിന്റെ വെല്ലുവിളിക്ക് ഞാനെന്തിനാ ചെവിയോർക്കുന്നതെന്ന് പാറു ചോദിക്കുമ്പോ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ. എന്താടി, നീ വല്ല ദുർമന്ത്രവാദിനിയാണോ, അതോ ഭാവി പ്രവചിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അമാനുഷിക ശക്തി നിനക്കുണ്ടോ? ഇത് കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ്, ഞാൻ ഭാവിയെക്കുറിച്ച് കണ്ട സൂചനകളൊന്നും ഇവളോട് പറയണ്ട. ജാസ്മിൻ, നീ വിശാൽ സാറിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നല്ലേ പറയുന്നത്? വിശാൽ സാറിനെ കിട്ടിയില്ലെങ്കിൽ നിനക്ക് വിവാഹം വേണ്ടെന്നും നീ തന്നെ പറഞ്ഞാണെങ്കിലും വിശാൽ സാറിനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നീ തന്നെയാ നിന്റെ മംഗല്യയോഗം തടസ്സമുണ്ടാക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിനക്ക് മംഗല്യയോഗമില്ലെന്ന്, അല്ലാതെ എനിക്ക് അമാനുഷിക ശക്തിയൊന്നുമില്ല. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ജാസ്മിൻ ഒരു ജീവിതമുണ്ടെങ്കിൽ അത് വിശാലിന്റെ ഒപ്പം തന്നെയായിരിക്കും. നിന്നെ കൊന്നിട്ടാണെങ്കിലും വിശാലിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, എന്റെ ജാസ്മിനെ, നിനക്ക് കടുത്ത മനോരോഗമാ, നീ വല്ല ഡോക്ടറെയും പോയി കാണിക്കാൻ നോക്ക്. അല്ലെങ്കിലേ മൂത്ത് നരച്ച് കുഴിയിൽ പോകുന്ന കാലത്തും വിശാൽ സാറിനെ ധ്യാനിച്ച് കഴിയേണ്ടി വരും നിനക്ക്. അത്രയും പറഞ്ഞ് പാറു പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതിയുടെ ഫോണിലേക്ക് ശേഖരൻ വിളിക്കുകയാണ്. പ്രഭാവതി, ഈ ശബ്ദം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങൾ ആരാണെന്ന് പ്രഭാവതി ചോദിക്കുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന പ്രതാപൻ കോള് സ്പീക്കറിലിടാൻ പറയുകയാണ്, ഞാൻ ചന്ദ്രശേഖര മേനോൻ. എന്താ ആ പേര് നീ മറന്നുവെന്ന് ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ശേഖരേട്ടനെ ഞാനല്ല ജയിലിലേക്ക് അയച്ചതെന്നും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി എനിക്കൊരു അവസരം തരണമെന്നും പ്രഭാവതി പറയുമ്പോൾ ശേഖരൻ പറയുകയാണ്, പണ്ട് നിന്നെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്ന ശേഖരനല്ല ഇത്. നീ ആ വീടിന്റെ പടിയിറങ്ങുന്ന അന്നേ എൻ്റെ കൈകൊണ്ടായിരിക്കും നിന്റെ അവസാനവും. അത്രയും പറഞ്ഞുകൊണ്ട് ശേഖരൻ കോള് കട്ട് ചെയ്യുമ്പോൾ ഭയന്ന് നിൽക്കുകയാണ് പ്രഭാവതി.
ചേച്ചി, അയാൾ രണ്ടും കൽപ്പിച്ചാണല്ലോ. അയാൾ ഇവിടെ വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതോടെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. പ്രതാപ, അയാൾ എവിടെയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തണം. കണ്ടെത്തി അയാളെ കൊല്ലണമെന്നും പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗാർഗിയാണ്. ഗാർഗി പാറുവിനെ വിളിച്ചുകൊണ്ട് ടെറസിലേക്ക് വരികയാണ്. പാർവതി, എനിക്ക് നിന്നിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നീ എന്നോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ചില അപ്രിയ സത്യങ്ങൾ പറയാനാകില്ല ഗാർഗി. എനിക്കറിയേണ്ടത് ഇവിടെ താമസിക്കുന്ന ആ മുത്തശ്ശനെ കുറിച്ചാണ്. മുത്തശ്ശന് സത്യത്തിൽ കണ്ണു കാണാൻ സാധിക്കുമോ എന്നൊക്കെ ഗാർഗി ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി. നീ എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ ശേഖരനെ താൻ സംശയിച്ച സാഹചര്യങ്ങളെല്ലാം പാറുവിനോട് പറയുകയാണ് ഗാർഗി. അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കണമെന്നും ഒരു സാധുവാണെന്നുമാണ് അയാൾ പറഞ്ഞത്. മുത്തശ്ശനോട് തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചതാ. അപ്പോൾ സമയമായില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറുകയാ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചറിയാൻ ഒരു മാർഗമേ ഉള്ളൂ, അതാണ് നീ. അതുകൊണ്ടാ ഞാൻ നിന്നോട് ചോദിച്ചതെന്ന് ഗാർഗി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.